ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും തിരുഹൃദയ മാസത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാസമാണല്ലോ. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചും തിരുമുഖത്തെക്കുറിച്ചും ധ്യാനിക്കുവാൻ ഏറ്റവും പറ്റിയ സമയമാണ്. സാധാരണ മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ ധാരാളം കൃപകൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എഴുതിയ 4-ാമത്തെ ചാക്രിക ലേഖനമാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, ദി ലെക്സിക്സ് നോസ്. ഈ ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയാണ് പാലാവിഷനിലൂടെ ഈ വരുന്ന 30 ദിവസങ്ങളിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ 1-ാം ദിനമായ ഇന്ന് ആമുഖമാണ്, ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആമുഖമാണ് നമ്മൾ പഠന വിധേയമാക്കുക. ഈ ചാക്രിക ലേഖനത്തിന് 5 അധ്യായങ്ങളും 220 ഖണ്ഡികകളുമുണ്ട്. അതിൻ്റെ 1-ാമത്തെ ഖണ്ഡികയാണ് ആമുഖമായി നമ്മളിന്ന് പഠിക്കുന്നത്. ഓരോ ദിവസവും ഈ ചാക്രിക ലേഖനത്തിൻ്റെ വിഷയങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് 2, 3 അല്ലെങ്കിൽ 5, 6 ഖണ്ഡികകൾ ഒരുമിച്ചെടുത്ത് പഠനവിധേയമാക്കി, പരിശോധന വിധേയമാക്കി, ധ്യാന വിഷയമാക്കിയതിന് ശേഷം അതിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങൾ ചോദ്യ ഉത്തര രീതിയിൽ കൂടി നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഈ പഠന പരമ്പര മുന്നോട്ട് പോകുന്നത്. ആദ്യം ഓരോ ഖണ്ഡികയെക്കുറിച്ചുള്ളൊരു ചെറു വിവരണവും തുടർന്ന് ആ ഖണ്ഡികയിൽ നിന്നും ലഭിക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കാൻ സാധിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഉത്തരങ്ങളുമാണ് നമ്മൾ കരുതിയിരിക്കുക. ആദ്യം തന്നെ വീഡിയോയുടെ ആദ്യ ഭാഗം കേൾക്കുകയും തുടർന്ന് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് കടന്ന് അത് വായിച്ച് ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യുമ്പോൾ ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തിലും വണക്കത്തിലും അടിസ്ഥാനമിട്ട ഒരു ആത്മീയത നമുക്ക് സ്വന്തമാക്കാനായി സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ പഠന പരമ്പര നമ്മളിവിടെ ആരംഭിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ എന്ന്. നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. ആമുഖം. ഈ ചാക്രിക ലേഖനത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്, പേര് എന്ന് പറയുന്നത് ദി ലെക്സിക്സ് നോസ് ആണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനമാണ് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനം എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഈ ചാക്രിക ലേഖനത്തിന് നമ്മൾ ഈ ആമുഖ ഭാഗത്തെ 4 ഗണമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനു വേണ്ടിയാണ്, പഠിക്കാനുള്ള എളുപ്പത്തിനു വേണ്ടിയാണ് നമ്മളങ്ങനെ തിരിച്ചിരിക്കുക. 1 ആമുഖം തന്നെയാണ്. 2-ാമത്തത് ചാക്രിക ലേഖനത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകും. 3-ാമതായിട്ട് സ്നേഹപാരമ്പര്യം എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് വരുന്ന എൻ്റെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ പഠിപ്പിക്കും, ധ്യാനിക്കും. അതുപോലെ 4-ാമതായിട്ട് ചാക്രിക ലേഖനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ 4 കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് മുന്നോട്ട് പോവുക. അതിൻ്റെ ആമുഖം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തലക്കെട്ട് എന്താണെന്നും ഉപതലക്കെട്ട് എന്താണെന്നും പറഞ്ഞു. അവിടെ നമ്മെ സ്നേഹിച്ചു, ദി ലെക്സിക്സ് നോസ്. അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ളതാണ്. അതാണ് ആമുഖമായിട്ട്. പെട്ടെന്ന് നമുക്ക് ചോദിച്ചാൽ, ഈ ചാക്രിക ലേഖനം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്. അടുത്ത ഒരു കാര്യം ചാക്രിക ലേഖനത്തെക്കുറിച്ചുള്ളതാണ്. ചാക്രിക ലേഖനത്തെക്കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചാക്രിക ലേഖനം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത്, 1, ഇത് ഫ്രാൻസിസ് പാപ്പായുടെ 4-ാമത്തെ ചാക്രിക ലേഖനമാണ്. പേര് നമുക്കറിയാം, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇത് പ്രസിദ്ധീകരിച്ചത് 2024 ഒക്ടോബർ 24
പഠിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. 24 അവിടെ കിടപ്പുണ്ട്. 2024 ഒക്ടോബർ മാസം 24 തീയതിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിലെ മാനുഷികവും ദൈവികവുമായ സ്നേഹമാണ്. നമുക്കറിയാമല്ലോ, ഈശോയെക്കുറിച്ച് പറഞ്ഞത് ഈശോ പൂർണ്ണമായും മനുഷ്യനും പൂർണ്ണമായും ദൈവവുമായിരുന്നു എന്ന് നമ്മൾ സഭ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലെ മാനുഷികവും ദൈവികവുമായ സ്നേഹത്തെക്കുറിച്ചാണ് ഈ ചാക്രിക ലേഖനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഈ ചാക്രിക ലേഖനത്തിലൂടെ കടന്നു പോകേണ്ടതും പഠിക്കേണ്ടതും അത്യാവശ്യമാണ്. ദൈവികമായ കൃപകൾ സ്വീകരിക്കേണ്ട വ്യക്തി എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവിക കൃപകൾ അനുദിനം സ്വീകരിക്കേണ്ടവനാണ്. അപ്പോൾ അനുദിനം ദൈവിക കൃപകൾ സ്വീകരിക്കേണ്ടവൻ എന്ന നിലയിൽ ആ ദൈവിക സ്നേഹത്തെക്കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മാനുഷിക സ്നേഹവും ദൈവിക സ്നേഹവും തമ്മിൽ തരംതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നൊരു കാലഘട്ടത്തിൽ ഈ ചാക്രിക ലേഖനം വലിയൊരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. മറ്റൊന്നുമല്ല, ഈശോയുടെ തിരുഹൃദയത്തിലുള്ള ആ മാനുഷിക സ്നേഹത്തെയും ദൈവിക സ്നേഹത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമ്മളും നമ്മുടെ ഉള്ളിലെ മാനുഷിക സ്നേഹത്തെക്കുറിച്ചും ദൈവിക സ്നേഹത്തെക്കുറിച്ചും തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത് എന്ന് ഈ ചാക്രിക ലേഖനത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സഭ അംഗങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹം, വണക്കം, ഈ രണ്ട് കാര്യത്തെയും അടിസ്ഥാനമാക്കി, അതായത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹവും വണക്കവും അടിസ്ഥാനമാക്കിയുള്ള ഒരു ആധ്യാത്മികതയുടെ മനോഹാരിതയാണ് ഈ ചാക്രിക ലേഖനം വെളിവാക്കി തരിക. അതാണ് എൻ്റെ ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. ഓരോ ചാക്രിക ലേഖനം പരിശുദ്ധ പിതാക്കന്മാർ എഴുതുമ്പോഴും അതിനൊരു ലക്ഷ്യമുണ്ട്. ഈ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹവും വണക്കവും അടിസ്ഥാനമാക്കിയുള്ള ഒരു ആധ്യാത്മികത, ആ ആധ്യാത്മികതയുടെ സൗന്ദര്യം, മനോഹാരിത അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹം നമുക്കുണ്ടാവണം, 1. 2 വണക്കമുണ്ടാവണം. ഈ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ആധ്യാത്മികത നമ്മൾ രൂപപ്പെടണം. ആ രൂപപ്പെടണമെങ്കിൽ ആ ആധ്യാത്മികതയുടെ മനോഹാരിത നമുക്ക് മനസ്സിലാകണം. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഒരു സാധാരണ മനുഷ്യന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാനുഷികമായ ഭാവവും ദൈവികമായ ഭാവവും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കവും സ്നേഹവും ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആത്മീയത ഉണ്ടാവണം. ആ ആത്മീയത അവിടെ ഇരിപ്പുണ്ട്. ആ ആത്മീയതയുടെ മനോഹാരിത ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ, ഒരു സഭാ അംഗം എന്ന നിലയിൽ, ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. മൂന്നാമതായി നമ്മൾ കാണുന്നത് ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട സ്നേഹ പാരമ്പര്യം എന്നുള്ളതാണ്. അതിൽ വചനം, ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വചനത്തെയാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തത് 2 പ്രധാന ചിന്തകളാണുള്ളത്. ഒന്നാമത്തത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, റോമ 8:37. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, അതാണ് ഒന്നാമത്തെ പ്രമേയം. രണ്ടാമത്തെ കാര്യം എന്നത് ആര് നമ്മെ ആ സ്നേഹത്തിൽ നിന്നും അകറ്റും, റോമ 8:39. ഈശോയുടെ സ്നേഹത്തിൽ നിന്നും ആര് എന്നെ അകറ്റുമെന്നാണ് പൗലോസ് ശ്ലീഹ ചോദിക്കുന്നത്. ഈ 2 വചനഭാഗമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്ന റോമ 8:37, ആര് നമ്മെ ആ സ്നേഹത്തിൽ നിന്നും അകറ്റും എന്ന് പറയുന്ന റോമ 8:39. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ക്രിസ്തുവാണ് നമ്മെ സ്നേഹിച്ചത്, ആ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ അകറ്റും. റോമാക്കാർക്ക് ലേഖനം തന്നെയാണ് 8:37, 8:39. ഈ 2 പ്രധാന ചിന്തകൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ദൈവസ്നേഹ പാരമ്പര്യം എന്ന ഹെഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചും ഈ ആമുഖം പറയുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷത നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതായത് ഈശോയാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്. വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഈശോയുടെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തെക്കുറിച്ചുള്ളതാണ്. അതാണ് ഈശോയുടെ സ്നേഹം. ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ഈ ചാക്രി ലേഖനം വളരെ മനോഹരമായി പഠിപ്പിക്കുകയാണ്. ലക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള സ്നേഹവും വണക്കവും നമുക്ക് തോന്നണം. അപ്പം ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ആദ്യം ഈശോ നമ്മെ സ്നേഹിച്ചു എന്ന് തന്നെയാണ്. എങ്ങനെയാണ് സ്നേഹിച്ചത്? വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു, നമ്മളെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യമാണ്. ഈശോ നമ്മെ സ്നേഹിച്ചു, ആദ്യം നമ്മെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചുവെന്നും അതുപോലെ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കാര്യം ചെയ്യുന്നത് ആരാണ്? ഈശോയുടെ ഹൃദയമാണ്. എങ്ങനെയുള്ള ഹൃദയം? നമുക്ക് വേണ്ടി കാൽവരിയിൽ കുത്തി തുറക്കപ്പെട്ട ഹൃദയം. ഇപ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷത എന്ന് വളരെ ലളിതമായി പറഞ്ഞാൽ, ഈശോയാണ് അവിടെ നിന്നെ സ്നേഹിച്ചത്. വ്യവസ്ഥകളില്ലാതെ എന്നെ കാത്തിരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട സ്നേഹമാണ് എന്നെ ആദ്യം സ്നേഹിച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിൻ്റെ 4ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ചാക്രി ലേഖനത്തിന് 5 അധ്യായങ്ങളാണുള്ളത്. 5 അധ്യായങ്ങളുടെ പേര് മാത്രം നമുക്കിന്ന് പഠിക്കാം. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഓരോ അധ്യായവും അതിൻ്റെ അധ്യായങ്ങളും അല്ലെങ്കിൽ ഉപവിഭാഗങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ഇന്നത് 5 അധ്യായത്തിൻ്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. അധ്യായം 1 എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രാധാന്യം. 2ാമത്തത് ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും വാക്കുകളും. 3ാമത്തെ അധ്യായം ഇത്രയധികം സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയം. 4ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സ്വയം പാനീയമായി നിൽക്കുന്ന സ്നേഹം. 5ാമത്തെ അധ്യായം സ്നേഹത്തിനായുള്ള സ്നേഹം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ആ വലിയ പഠനം ഏറ്റവും ലഘുവായിട്ട് ഒരു ചാർട്ടിലൂടെ ഞാനൊന്ന് കാണിക്കാൻ പോവുകയാണ്. ഹെഡിങ് അവിടെ നമ്മെ സ്നേഹിച്ചു. ഒരു 4 കാര്യങ്ങൾ വീണ്ടും കിടപ്പുണ്ട്. ആമുഖം, ചാക്രി ലേഖനത്തെക്കുറിച്ച്, ദൈവസ്നേഹ പാരമ്പര്യം. അതുപോലെ 4ാമതായിട്ട് ചാക്രി ലേഖനത്തിൻ്റെ 5 അധ്യായങ്ങൾ. ആദ്യത്തെ ഭാഗം കേട്ടതിന് ശേഷം നമുക്കൊരു പഠിക്കാനും അതല്ലെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്യാനുമായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യമുള്ളത് നല്ലതാണ്. ഇനി നമ്മൾ കടന്നു പോകുന്നത് ചോദ്യോത്തരങ്ങളിലൂടെയാണ്. തുടർന്ന് വരുന്ന സമയങ്ങളിൽ ഈ ഖണ്ഡികയിൽ നിന്നുള്ള ആമുഖഭാഗത്തു നിന്നുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ട്. ആ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവുണ്ട്. അത് തന്നത്തെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. തമ്പുരാൻ്റെ വലിയ കൃപയുണ്ടാവട്ടെ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയത്തിൻ്റെ ആ വലിയ സ്നേഹവും കൃപയും നമ്മുടെ മേലെ ഇന്നേ ദിവസം മുഴുവനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
thank you